എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് കൂർക്ക ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ. അത് പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല, അത്രേ എടുത്തുള്ളൂ. ആ കൂർക്ക കൊണ്ട് വന്ന് തന്നത് കഴിഞ്ഞ ദിവസം വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, കേക്കിൻ്റെ ഒപ്പം ഗിഫ്റ്റ് തന്നത്. അപ്പോൾ അത് ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേന്നാണ് ഞാനതിനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേന്ന് 26-ാം തീയതിത്തെ വീഡിയോയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ഐഫോൺ നമ്മൾ മേടിച്ചിട്ടുണ്ട്. റയൻ പോയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐഫോൺ നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ വേറൊരു ഗിഫ്റ്റ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അത് പാക്ക് ചെയ്ത് പോയി, അത് കാണിക്കാൻ ഓർത്തില്ല. അത് പാക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ വീഡിയോ എടുത്തത്, അത് മറന്നുപോയി കാണിക്കാൻ. അപ്പോൾ അതൊരു പെർഫ്യൂമാണ്. പിന്നെ ഇത് ഐഫോൺ. അപ്പോൾ ഐഫോൺ നമ്മൾ പാക്ക് ചെയ്യുന്നില്ല, മറ്റേ പെർഫ്യൂം മാത്രമേ നമ്മൾ ഈ പ്രസൻറ്റേഷൻ പേപ്പറിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചില വീഡിയോകൾ കാണുമ്പോൾ കുറേ പേർക്ക് സംശയം കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ എഴുതിയിരുന്നു, റിച്ചാന് വിവാഹമായിട്ടുണ്ടോ എന്നുള്ളത്. അത് തന്നെയാണ് കാരണം. പക്ഷെ അത് വീഡിയോയിലൂടെ അത് പറയാനായിട്ടുള്ള ഒരു അനുവാദം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എങ്കിലും ഇന്നത്തെ വീഡിയോയിൽ അത് നിങ്ങളുടെ അടുത്ത് ഞാൻ ആദ്യം തന്നെ ഷെയർ ചെയ്യുന്ന, റിച്ചാന് വിവാഹമായിട്ടുണ്ട്, വന്നു കഴിഞ്ഞാൽ ഉടനെ വിവാഹം ഉണ്ടാവും. അപ്പം മാത്രമേ ഞാൻ കുട്ടിയെ കാണിക്കുകയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാതെ കാണിക്കാനായിട്ട് എനിക്ക് അനുവാദമില്ല റിച്ചാർഡിൻ്റെ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഞങ്ങൾ 5 പേര് മാത്രമുള്ള വീഡിയോകൾ കാണിക്കാനേ ഞങ്ങൾക്ക് അവകാശമുള്ളൂ ശരിക്കും. കാരണം അതിൽ നിന്ന് എന്ത് ദോഷം ഉണ്ടായാലും നമ്മൾ അത് സഹിച്ചാൽ മതി. പക്ഷേ മറ്റൊരു ഫാമിലീനെ കാണിക്കുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ. അതുമൂലം അവർക്ക് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ലെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാൻ ആയിട്ട് സമയമായിട്ടില്ല എന്ന് ഞാൻ പറയണത്. അപ്പോൾ സാവധാനം റിച്ചാർഡ് വന്ന ഉടനെ തന്നെ മിക്കവാറും കാര്യങ്ങളെല്ലാം നീങ്ങും. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം റോജർ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നാണ് കേട്ടോ. ഇന്നത്തെ ദിവസം അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. 26-ാം തീയതി എന്നൊക്കെ പറയുമ്പോൾ കുറേ തിരക്കുള്ള ദിവസങ്ങൾ തന്നെയായിരുന്നു, അതുകൊണ്ട് കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പാചകം കാര്യങ്ങളും ഒന്നും ചെയ്യാതിരുന്ന ദിവസമൊന്നും തലേ ദിവസത്തെ പാചകങ്ങൾ അതിൻ്റെ ബാക്കി അതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോജർ കുറച്ച് സാധനങ്ങൾ മാക്സിൽ പോയിട്ട് എടുത്തതാണ് ഈ കാണിക്കുന്നത്. കാരണം അവൻ പോകാനുള്ള സമയമായി. അപ്പോൾ അവന് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കുറച്ചവൻ മേടിച്ച് കൊണ്ടുവന്നാണ്. രാത്രിയാണ് വന്നേക്കണത് കേട്ടോ. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത്. ഇനി നമ്മൾ കാണിക്കുന്നത് അടുത്ത ദിവസത്തെ കാര്യമാണ്. അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ 27-ാം തീയതിയാണ്. 27-ാം തീയതി എനിക്കും പപ്പക്കും ഒരു കല്യാണമുണ്ട്. അത് ആലപ്പുഴയിലാണ്. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനും പപ്പയും റെഡിയാകണേണ്. കാരണം രാവിലെ പോയിട്ട് കല്യാണത്തിൻ്റെ കുർബാന, അതിനുശേഷം അതിൻ്റെ സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പപ്പയുടെ അമ്മാവൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ദിവസമൊക്കെ, ആ അമ്മാവൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അങ്ങനെ, അതായത് ജാക്സൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോൻ്റെ കല്യാണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകണം. അപ്പോൾ പപ്പ കാറെല്ലാം ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മളുടെ കാറ് പഴയതായതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പായിട്ട് പപ്പ എല്ലാം ചെക്ക് ചെയ്ത് എന്താ ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്ന വഴിക്ക് ഉണ്ടാകുമോ എന്നുള്ള. കാരണം ഞങ്ങൾ എപ്പോഴും യൂബർ വിളിച്ചാണ് സാധാരണ പോണത്. ദൂരേക്ക് പോകുമ്പോൾ നമ്മുടെ കാർ അങ്ങനെ എടുക്കാറില്ല. പക്ഷേ പപ്പയുടെ അടുത്ത് യൂബർ ബുക്ക് ചെയ്ത് പോകാമെന്ന് പറഞ്ഞിട്ട് പപ്പ സമ്മതിക്കില്ല. അത് കുഴപ്പമില്ല, അത് ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് കാറൊക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് പോകണേ. എനിക്കൊരു ധൈര്യമില്ല ഈ കാറിൽ ദൂരെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതായാലും ഞങ്ങളിത് രണ്ടാളും കൂടിയൊക്കെ പോയി. അപ്പോൾ അതേ ചെല്ലാനം ബീച്ച്, അതിൽ കൂടി അതൊക്കെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഇതിൽ കൂടി ഇങ്ങനെ വരാറില്ല. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിവിടെ ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്ന്. അപ്പോൾ അതൊക്കെ പപ്പ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നതാണ്. പണ്ട് വരുമ്പോൾ ഇങ്ങനെയല്ല അങ്ങനെയല്ല. പപ്പ പല പ്രാവശ്യം ഇതിൽ കൂടി പറഞ്ഞു കേട്ടോ. കഴിഞ്ഞ 21-ാം തീയതിയും ഇവിടെ തന്നെയാണ് പപ്പ വന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ബെട്രോത്തലിന് വേണ്ടിയിട്ട് വന്നതാണ്. അന്ന് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ഞാനും കൂടി പോകേണ്ടതാണ്, പക്ഷെ പോയില്ല എന്ന് പറഞ്ഞ്. ഇന്നിപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടാളും വരേണ്ടതാണ്. അപ്പോൾ ഇത് മനക്കോടം പള്ളിയാണ് കേട്ടോ. അങ്ങനെ അത് കെട്ട് കുർബാനയൊക്കെ കഴിഞ്ഞ് ഹോളിലേക്ക് വന്ന് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഹോളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കസിൻസാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് അങ്ങനെ ഹോളിൻ്റെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കണേ.
അപ്പോൾ റയനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ല. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് കുറച്ച് ഞാനിരിക്കുന്ന ആ സമയത്തൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വീഡിയോ എടുത്തതാണ്. Good afternoon and a warm welcome to Fantona Aloysius to lead the prayer song. Come on, give them a round of applause. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ചേച്ചിയുടെ മോൻ്റെ കല്യാണത്തിനാണ് നമ്മൾ വന്നത്. ഇതാണ് പപ്പയുടെ അമ്മാവൻ്റെ മോള് ടാൻസി ചേച്ചിയുടെ മോൻ്റെ കല്യാണമാണിത്. പിന്നെ ഞങ്ങളുടെ ജോസിങ്ങളുടെ മോള് ഗ്ലാഡിസിൻ്റെ മോൻ അക്ഷയ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പപ്പയുടെ കസിൻസാണ് എല്ലാവരും കേട്ടോ. പിന്നെ ഇത് പപ്പയുടെ സ്വന്തം പെങ്ങളുടെ ഭർത്താവ്, വേറൊരു പെങ്ങളുടെ ഭർത്താവ്, ഇത് അതിൻ്റെ മോള്. അപ്പോൾ ഇത് രാജു, അത് ഹെയ്ലിൻ, രാജുവിൻ്റെ മോള്. ഈ ഇളയ പെങ്ങൾ വന്നിട്ടില്ല, സുഖമില്ല അവൾക്ക്, അപ്പോൾ അതുകൊണ്ട് വന്നിട്ടില്ല. പിന്നെ ഇത് രണ്ടാമത്തെ പെങ്ങളും ഭർത്താവുമാണ്, ജോയ്സ് ചേച്ചി, മാൺസൻ ചേട്ടൻ. പിന്നെ മൂത്ത പെങ്ങൾ UK-ലാണ് ഭർത്താവും, അതുകൊണ്ട് അവർ ഇതിന് വന്നിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയില്ലേ, ഞങ്ങൾ കെട്ടി വന്ന മരുമക്കളെന്ന് പറയില്ലേ. അപ്പോൾ അതിലൊരാൾ വന്നിട്ടില്ല, റൂണക്ക് വേറെ കല്യാണം ഉള്ളതുകൊണ്ട് റൂണ വന്നിട്ടില്ല. അപ്പോൾ അതിന് പകരം ഞങ്ങൾക്ക് ഒരാളെ കൂട്ട് കിട്ടിയിട്ടുണ്ട്, ഫെബി. ഇത് ഷീലുവിൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. അപ്പോൾ ഫെബിയും ഞങ്ങളൊക്കെ നല്ല കൂട്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം തന്നെ ഫെബിയും നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ റൂണ വന്നിട്ടില്ല. അപ്പോൾ ഇത് ഷീലു, ഗ്ലാഡിസ്, നടുക്ക് നിൽക്കുന്ന ഗ്ലാഡിസ്. എൻ്റെ പേരും ഗ്ലാഡിസ് എന്ന് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ കണ്ടത് ഒരു ഗ്ലാഡിസാണ്. അങ്ങനെ 3 ഗ്ലാഡിസ് ഞങ്ങളുടെ ഫാമിലിയിലുണ്ട് കേട്ടോ. പിന്നെ ഫെബി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്ത്, പിന്നെ ഇത് ഹെയ്ലിൻ കുട്ടിയും ഞാനും കൂടി നിന്നിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്ത്. ഇത് ഇളയ പെങ്ങളുടെ മോളാണ്. അപ്പം അങ്ങനെ എല്ലാവരെയും കാണാൻ ഇങ്ങനെയുള്ള ആ ഒരു പരിപാടികളിലൊക്കെയല്ലേ നമ്മൾക്ക് സാധിക്കുള്ളൂ. അല്ലാതെ എപ്പോഴും ഒന്നും കാണാറില്ല. കൂടുതലും പപ്പയുടെ ബന്ധുക്കളും ഭൂരിഭാഗം ആളുകളും വിദേശത്ത് സെറ്റിൽഡാണ്. അതുകൊണ്ട് തന്നെ ഈ മക്കൾ ആരും തന്നെ നാട്ടിലില്ല. പിന്നെ ഇപ്പോൾ കാണിച്ച ഒരു പെങ്ങളും ഭർത്താവും ഒക്കെ കുവൈറ്റിലായിരുന്നു. ഇപ്പോൾ ആ ചേട്ടന് വയ്യാത്തതുകൊണ്ട് അവർ നാട്ടിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വന്നതാണ്, അല്ലെങ്കിൽ അവരും നാട്ടിൽ ഉണ്ടാവാറില്ല. അതുപോലെ എല്ലാവരുടെയും മക്കളും അവർ വിദേശത്ത് സെറ്റിൽഡാണ് ഫാമിലി ആയിട്ട്. അപ്പോൾ അങ്ങനെ ആരും തന്നെ നമ്മുടെ നാട്ടിലില്ലെന്ന് വേണം പറയാം. പിന്നെ പപ്പയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തോട്ടും പോകാറില്ല. അതുകൊണ്ട് അമ്മയും വന്നിട്ടില്ല ഇങ്ങോട്ട്. അപ്പോൾ ഇത് ബ്ലിങ്കിറ്റിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയ ഒരു കുക്കീസാണ് കേട്ടോ. നമ്മൾ കുറേ അധികം ബ്ലിങ്കിറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണതുകൊണ്ട് അവർ തന്ന ഗിഫ്റ്റാണ്. അപ്പോൾ അത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം ഇവർക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്ത് അപ്പോഴാണ് അതൊന്ന് പൊട്ടിച്ച് നോക്കിയത് കേട്ടോ. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ഞാൻ വരെ 4 മണി വരെ വെയിറ്റ് ചെയ്തിരുന്ന് ചോറ് കഴിക്കാതെ അങ്ങനെ വന്ന് കഴിഞ്ഞിട്ടൊക്കെയാണ് ചോറ് കൊടുത്തത്. അപ്പോൾ ഇതാണ് അതിനകത്ത് ഉണ്ടായിരുന്ന 3 കുക്കീസ്. പിന്നെ നമ്മൾക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കൊണ്ടുവന്നില്ലേ പന്തലിൽ നിന്ന്, അത് നമ്മളുടെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേക്കായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്മസിന് കേക്കും വൈനും ഒക്കെ കൊണ്ടുവന്നില്ലേ കൂർക്ക, അതൊക്കെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. നമ്മൾ വാച്ച്, കേക്ക്, വൈനെല്ലാം ഗിഫ്റ്റ് കൊടുത്തത് കണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി റൂബിനെ കൊണ്ട് പോയില്ലേ, അത് മോളുടെ വീട്ടിലേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുൻപും ഞങ്ങൾ അങ്ങോട്ട് പോയി, അവരിങ്ങോട്ട് വന്ന്, അത് കഴിഞ്ഞ് വീണ്ടും പോയി, അങ്ങനെ 2-3 പോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ കാര്യമാണ്. ഇത് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ രാവിലെ ഞാൻ ഇന്ന് റയൻ വരില്ല, രാവിലെ പള്ളിയിലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അകത്തുനിന്ന് തന്നെ കഴിക്കണം. ഇനി മസാല ദോശ കഴിക്കാൻ പോരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിന് ഞാൻ പെട്ടെന്ന് തന്നെ ചപ്പാത്തി പരിപ്പ് കറി ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് കൂടുതലൊന്നും പാചകം ചെയ്യേണ്ടി വന്നില്ല. കാരണം ഈ ഒരു ചപ്പാത്തിയും പരിപ്പ് കറിയും മാത്രം ഉണ്ടാക്കിയിട്ട്, പിന്നെ ഉച്ചക്കുള്ള ചോറ്, തലേദിവസത്തെ ചോറ് അങ്ങനെ തന്നെ ഉള്ളതുകൊണ്ട് ആ ചോറും വെക്കേണ്ടി വന്നില്ല. പിന്നെ ചപ്പാത്തി കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം വരെയൊക്കെ ചപ്പാത്തി കഴിക്കാനുണ്ടാകുമെന്ന് എനിക്കറിയാം. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടൊക്കെ ഫ്രിഡ്ജിലുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്യണം. പിന്നെ എനിക്കിന്ന് ഉച്ചക്ക് ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്, അതിന് പോകണം. അപ്പോഴും പുറത്തുനിന്ന് തന്നെ നമ്മൾ കഴിക്കുക. അപ്പോൾ ഒരുപാട് ഫുഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ റോജറും പള്ളിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു ചപ്പാത്തിയും പരിപ്പൂറി ഉണ്ടാക്കിയതോടുകൂടി എൻ്റെ പാചകം തീർന്ന് അടുക്കള അടച്ച് എന്ന് പറഞ്ഞാലും ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിലും അത് പുരട്ടി വെച്ചേക്കുന്ന ചിക്കനാണ്, ചുമ്മാ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ വൈകുന്നേരം ഒരു ചായ ഇടണം. ഇത്രയേ ഉള്ളൂ ഇനി ഇന്നത്തെ പാചകം എന്ന് പറയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ റൂബി കുഞ്ഞിനെയുമായിട്ട് ഒന്ന് കറങ്ങാനും കൂടി പോയി കേട്ടോ.
കാരണം റൂബി കുഞ്ഞ് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാനുള്ള, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. 3 മണിക്ക് മുൻപ് നമ്മൾ പോകാനുള്ള സ്ഥലങ്ങളിൽ പോയി തിരിച്ചെത്തിയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ്. നമ്മുടെ വഴിയിൽ നിറയെ വണ്ടിയായിരിക്കും. നമ്മളുടെ വണ്ടി തിരിച്ച് വീടിനകത്ത് കയറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ 3 മണിക്കുള്ളിൽ തന്നെ ഞങ്ങൾ വീടിൻ്റെ അകത്ത് കയറിയിരിക്കും. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് നടന്നേ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ വാഹനങ്ങൾ എടുക്കാനേ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് റൂബി കുഞ്ഞിനെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടാകുന്നില്ല. ഏതായാലും ഒന്ന് അവളെ കറക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ പപ്പയാണെന്നുണ്ടെങ്കിൽ 8 മണിക്കത്തെ കുർബാനയ്ക്ക് പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ 9:30 കുർബാനയ്ക്ക് പോയി. കാരണം പപ്പക്കാണെന്നുണ്ടെങ്കിലും വൈകുന്നേരമാണ് സാധാരണ പോകാൻ ഇഷ്ടം. പക്ഷേ വൈകുന്നേരം പോകാൻ പറ്റൂല, വാഹനങ്ങൾ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പപ്പ കാലത്ത് തന്നെ ഞങ്ങളുടെ പള്ളിപ്പൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദേ തിരിച്ച് വന്ന് റൂബി കുഞ്ഞിനെയുമായിട്ട് ഞങ്ങളിതേ പോകണേണ് കേട്ടോ. ഇനി പോയി വന്ന് കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഞാൻ റോജൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിനക്ക് വിശക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഇവളെ കൊണ്ടുപോകണ്ട. അപ്പോൾ അവൻ പറഞ്ഞേ വിശക്കണമൊന്നുമില്ല, അവളെ ഒന്ന് കറക്കിയിട്ടും കൊണ്ടുവരാമെന്നും പറഞ്ഞ് അങ്ങനെ നമ്മളിതേ 50 ഫീറ്റ് റോഡിലൂടെ അങ്ങനെ ഇവളെയും കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റാറുകളും തോരണങ്ങളും അറ്റം വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ രാത്രിയുള്ള കാഴ്ചയെല്ലാം ഞാൻ നേരത്തെ ചില വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാറെല്ലാം കത്തിയൊക്കെ കിടക്കണം. നമ്മൾ പാതിര കുർബാന കഴിഞ്ഞ് വന്നില്ലേ, ആ സമയത്തൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാതിര കുർബാന എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലും മാത്രമുള്ളെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ഇത്രയും ലേറ്റ് ആയിട്ടുള്ള പാതിര കുർബാന എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ പാതിര കുർബാന ഇല്ല. അവിടെ 7 മണി 8 മണി 9 മണിക്കുള്ളിൽ തന്നെ എല്ലാം ഏകദേശം തീരും, നേരത്തെ തന്നെ തുടങ്ങി തീർക്കും. നമ്മൾക്കാണ് ഇവിടെ 11:45, ഇവിടെ ബസിലിക്കയിൽ 11:45 തുടങ്ങുക. അപ്പോൾ അതേ നമ്മളുടെ പിള്ളേർ പഠിച്ച സ്കൂൾ കാണുമ്പോൾ ഭയങ്കര ഒരു വികാരമാണ് കേട്ടോ. ഡെൽറ്റ സ്റ്റഡി, അത് കാണുമ്പോൾ എന്ത് തന്നെ ആയാലും നോക്കിപ്പോവും. പിന്നെ അത് ഈ ഒരു ഐ ലവ് ഡെൽറ്റയും കൂടി അവിടെ ഇപ്പോൾ പുതിയതായിട്ട് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴും നല്ലൊരു സന്തോഷമാണ്. ഐ ലവ് കൊച്ചി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും കാണാം എന്ന് പറഞ്ഞ പോലെ ഐ ലവ് ഡെൽറ്റയും അവിടെ ഇപ്പോൾ പുതിയതായിട്ട് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ ഭയങ്കര സന്തോഷമാണ്, ഒരു സങ്കടമാണ്. കാരണം കുട്ടികളെല്ലാം വലുതായി, ഇനി സ്കൂൾ കാലഘട്ടങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളുടെ പേരക്കുട്ടികളൊക്കെ ആയിരിക്കുള്ളൂ നമ്മളവിടെ കൊണ്ടുപോയിട്ട് ആക്കാൻ പോകുന്നത്. അതും നമുക്കറിയില്ല അവരെ ഏത് സ്കൂളിലായിരിക്കുള്ളൂ, അത് അവരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ മക്കളെ നമ്മൾ ഡെൽറ്റയിലാക്കി, ഇനി അവരുടെ ഇഷ്ടത്തിന് അവർ മക്കളെ എവിടെയൊക്കെ ആക്കുമെന്ന് നമുക്കറിയില്ല. അതൊക്കെ അവരുടെ മാത്രം ഇഷ്ടമാണ്. എങ്കിലും ഞാനിങ്ങനെ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അതേ വീണ്ടും നമ്മൾ നമ്മുടെ ഷോപ്പ് ആൻഡ് സേവിൻ്റെ അതിലൂടെ പോവുക, അപ്പോൾ ആ കാഴ്ചകൾ കാണുക, അതൊക്കെ തന്നെ എപ്പോഴും ഈ ഒരു വഴിയിലൂടെ ഒരു 100 വട്ടം 1000 വട്ടം പോയാലും വീണ്ടും വീണ്ടും നമ്മളത് പുതുമയോടുകൂടി വീണ്ടും വീണ്ടും കാണും. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഒരു കുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു, ചേച്ചി എപ്പോഴും ഇങ്ങനെ ഷോപ്പ് ആൻഡ് സേവ് കാണിക്കുന്നതുകൊണ്ട് തന്നെ ആ കുട്ടി ദൂരെ എവിടെ നിന്നോ വന്ന് ഫോർട്ട് കൊച്ചി കാണാൻ വന്നപ്പോഴത്തേക്കും ഷോപ്പ് ആൻഡ് സേവ് കയറി ഭയങ്കര വികാരമായിരുന്നു. അത് കണ്ടിട്ട് ഭയങ്കര വീഡിയോയിൽ കാണുന്ന ആ ഒരു കടയിൽ അപ്പോൾ അങ്ങനെ കയറിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ കൂടെയുള്ളവരും ഇങ്ങനെ പറഞ്ഞു എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്നൊക്കെയുള്ള ചോദിച്ചത്. പക്ഷേ വീഡിയോ കാണുന്നവർക്കാണല്ല എൻ്റെ വീഡിയോയിൽ ആ ഷോപ്പ് ആൻഡ് സേവ് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവിടെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് കമൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ നമ്മളുടെ റൂബിക്കുഞ്ഞ് കഥക്കണേണ്ടി ഇരുന്നിട്ട് കേട്ടോ, കഥപ്പൊക്കെ മാറിയിട്ടില്ല, എപ്പോഴും കഥപ്പാണ്. എങ്കിലും ആൾക്കൊന്ന് കറങ്ങാൻ പോണതൊക്കെ ഇഷ്ടമാണ്. എന്തോ വലിയ സംഭവം പോലെയാണ് ആൾ ഇരിക്കണത് കേട്ടോ വണ്ടിയിൽ. അപ്പോൾ ലോങ് ട്രിപ്പ് പോയി വന്ന ഒരു കണക്കിനാണ്, അതായത് ഒരാഴ്ചത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന കണക്കിനാണ് ആളൊന്ന് കറങ്ങിയിട്ടൊക്കെ വരണത്. നമ്മളുടെ വീടിൻ്റെ അകത്തുനിന്ന് വീടിൻ്റെ പുറത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ കാറി കയറ്റി അകത്തേക്ക് കൊണ്ടുവരുമല്ല, അതും ആൾക്കൊരു ട്രിപ്പ് പോലത്തെ ഒരു മൂഡാണ്. ശരിക്കും എവിടെയോ പോയി വന്ന് ഓടിപ്പോയിട്ട് യൂറിൻ പാസ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ചിരി വരും. ഈ ഗേറ്റിൻ്റെ പുറത്തുനിന്ന് അകത്തേക്കാണ് കയറിയത്, എങ്കിലും അവളുടെ വിചാരം അത് വലിയ ട്രിപ്പാണെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ തിക്കിലും തിരക്കിലും പെട്ട് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അന്നത്തെ അതായത് 25-ാം തീയതി ക്രിസ്മസിൻ്റെ പിറ്റേന്ന് പിന്നെ ന്യൂസ് പേപ്പർ ഉണ്ടാവില്ല. 26-ാം തീയതി 27-ാം തീയതിത്തെ ന്യൂസ് പേപ്പറിൽ അതിൻ്റെ വിശേഷങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പോലീസിൻ്റെ അനാസ്ഥയായിപ്പോയി ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഇങ്ങനെ പെട്ടുപോയത്. 3 ലക്ഷത്തോളം ആളുകളാണ് അന്ന് ആ തിരക്കിൽ പെട്ടുപോയത്. അവസാനം ആ ഒരു വലിയ ഗ്രൗണ്ടിൻ്റെ ഇരുമ്പിൻ്റെ ഫെൻസിങ് 20 മീറ്ററോളം മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് ആളുകളെ പുറത്താക്കിയത്. കാരണം ആ ഒരു എൻട്രൻസിലൂടെ ആർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പെട്ടിട്ട് തന്നെ ആയിരുന്നു നമ്മളുടെ പിതാവും MLA ഒക്കെ നമ്മളുടെ വീട്ടിൽ വന്നിരിക്കേണ്ടി വന്നത്. അപ്പോൾ അതൊക്കെ വലിയൊരു വീഴ്ചയായിട്ടാണ് പത്രത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾക്ക് ന്യൂ ഇയർ ആണ് വരുന്നത്. ന്യൂ ഇയർ 31st ഈവിന് ഭയങ്കരമായ തിരക്കായിരിക്കുള്ളൂ. ഇതിനേക്കാൾ ഏറെ ആളുകൾ
വരാനുള്ള സാധ്യതയാണ് പറയുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരാനൊക്കെ ഇരിക്കണമെങ്കിൽ വളരെയധികം കെയർഫുള്ളായിരിക്കണം. കാരണം തിക്കിലും തിരക്കിലും പെട്ട് കഴിഞ്ഞാൽ വീടുകളിലെത്തുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിഞ്ഞ 25-ാം തീയതി വീടുകളിൽ ആളുകൾ എത്തിയത് വെളുപ്പിന് 3-4 മണിക്കൊക്കെ ആയിരുന്നെന്നാണ് ന്യൂസ് പേപ്പറിൽ കണ്ടത്. അത്രയും ജനസമുദ്രമായിരുന്നു വഴി നിറയെ. വഴിയിൽ നിന്ന് നമുക്ക് അനങ്ങാൻ പറ്റില്ല, നടന്നു പോലും പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഗിൽഡയുടെ വീട്ടിൽ ആയിരുന്നു ഹൗസ് വാമിങ്. അപ്പോൾ ഹൗസ് വാമിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ഗിൽഡയുടെ വീടായിരുന്നു. ഗിൽഡയുടെ വീടിൻ്റെ താഴെ നേരത്തെ വീട് വെച്ച സമയത്ത് ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവർ റിനോവേറ്റ് ചെയ്ത് മുകളിലേക്ക് 2-3 മുറിയൊക്കെ എടുത്ത് പിന്നെ താഴെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചും കൂടി സൗകര്യപ്പെടുത്തി. അപ്പോൾ ഹൗസ് വാമിങ് ആയിട്ടൊന്നുമല്ല, എങ്കിലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്, ബന്ധുക്കളൊന്നുമില്ല, അവരുടെ വീട്ടുകാരും സുഹൃത്തുക്കളും മാത്രമാണുള്ളത്. അപ്പോൾ ഞാൻ റയനും കൂടിയാണ് ഒന്ന് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ട് ഗിൽഡയുടെ അടുത്ത് കുറേ നേരം സംസാരിച്ച് അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ അവിടെ ബിരിയാണിയൊക്കെ ആയിരുന്നു. ഞാനും റയനും ബിരിയാണി കഴിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഉള്ളിലേക്കുള്ള വഴികളായതുകൊണ്ട് തന്നെയും കൂടുതൽ ഇങ്ങനെ വീടുകൾ തിങ്ങി നിൽക്കുകയാണ്. വളരെ കുറച്ച് സ്ഥലത്ത് വീടുകളിങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറില്ലേ, നമ്മളുടെ നാട്ടിൽ സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണ്. ഏറ്റവും കുറഞ്ഞത് 25 ലക്ഷം രൂപയൊക്കെയാണ് ഒരു സെൻറ്റിന് ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ സ്ഥലവും വീടും ഒക്കെ ആയിട്ട് ആർക്കും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മുട്ടി വീടുകൾ ഉള്ളത്. നമ്മുടെ ഈ കൊച്ചിയിൽ താമസിക്കാനായിട്ട് വളരെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇത്തിരി സ്ഥലമാണെങ്കിലും അവിടെ ഒരു കുഞ്ഞു വീട് വെച്ച് കൊച്ചിയിൽ ഫോർട്ട് കൊച്ചിയിൽ താമസിക്കാമല്ല. അപ്പോൾ അതൊക്കെയാണ് എല്ലാവരുടെയും ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞ പോലെ കുറച്ച് സ്ഥലത്ത് കുറച്ച്. അപ്പോൾ ഈ വീടിൻ്റെ പിന്നിൽ ഇവർക്കൊരു വീട് കൂടിയുണ്ട്, ഗിൽഡയുടെ തറവാട് വീടുണ്ട് പുറകിൽ. ഇത് പുതിയ വീട്. അങ്ങനെ നമ്മളുടെ പോക്കും വരവൊക്കെ കഴിഞ്ഞ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. കൂടുതൽ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ വീഡിയോ എടുക്കാനുള്ള നേരമൊന്നും നമുക്കില്ല. അപ്പം നമ്മളുടെ ഈ ഒരു സീരിയൽ ലൈറ്റ് അപ്പം അഴിച്ച് ഇതുപോലെ ബോർഡർ ആയിട്ടിട്ട് അപ്പം വെളിച്ചം അങ്ങോട്ട് കുറഞ്ഞു പോയി. നേരത്തെ അതിനെ ഇങ്ങനെ മാല പോലെ ഇട്ടിരുന്നപ്പോൾ നല്ല വെളിച്ചമായിരുന്നു. ഇപ്പം വെളിച്ചം കുറഞ്ഞു പോയി. ഇത് ശരിക്കും ബോർഡർ ഇടാനുള്ള ഒരു സീരിയൽ ലൈറ്റാണെന്ന് ഞങ്ങൾക്ക് സത്യത്തിൽ അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞ് അത് കൊള്ളൂല, അത് അങ്ങനെയല്ല, ബോർഡർ ഇടണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അഴിച്ച് പപ്പ ഇട്ടതാണ്. പക്ഷേ ബോർഡറായിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും വെളിച്ചം അങ്ങോട്ട് കുറഞ്ഞു പോയി. ഇതിലേതാണ് നേരത്തെ നമ്മൾ ചെയ്തതാണ് ഇതാണോ നല്ലതെന്ന് പറയണം കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ടത് ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്കും ചിലവർ വന്നിട്ടും പറഞ്ഞ് ഇത് ശവപ്പെട്ടി പോലെ ഇരിക്കണേന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ഫ്രണ്ടിൽ തന്നെ ഇനി ശവപ്പെട്ടി പോലെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പപ്പ വീണ്ടും പാവം കുറേ കഷ്ടപ്പെട്ട് അതെല്ലാം അഴിച്ച് ബോർഡറായിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കൊച്ചു വന്നിട്ട് പറഞ്ഞു, അതെന്താണ് അഴിച്ചത് ജാക്സൺ ചേട്ടാ, മറ്റേതായിരുന്നില്ലേ നല്ലത്. അപ്പോൾ എനിക്കും മറ്റേത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്, അത് നല്ല വെളിച്ചമായിരുന്നു. ഇപ്പോൾ ഏതായാലും അഴിച്ചു പോയ സ്ഥിതിക്ക് ഇനിയും ഒന്ന് അഴിക്കണ്ട, അത് അങ്ങനെ കിടക്കട്ടെ എന്നാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. ഇപ്പം ഇനി ബോർഡർ അഴിക്കണ്ട പപ്പ ഇനി പറഞ്ഞ പപ്പ ഇനി അഴിക്കോട്ടാ. പപ്പക്ക് ഒരു മടിയില്ല, ഞങ്ങൾക്ക് ചിരി വരും പപ്പയുടെ കാര്യം ഓർത്തിട്ട്. അപ്പോൾ ഇനി ഏതായാലും അഴിക്കണ്ട പപ്പ, 2-3 ദിവസം കൂടിയല്ലേ ഉള്ളു, അത് അങ്ങനെ കിടന്നോട്ടെ. ഒന്നാമത് ഫ്രണ്ട് മുഴുവൻ അടച്ചു കിട്ടിയേക്കണേ, നമ്മളുടെ വ്യൂ പോയി കിടക്കണേ, അതുകൊണ്ട് അത് അത്രയും മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പിടിച്ച് നിർത്തിയേക്കണേ. ആൾ ഇനി അഴിക്കും. പിന്നെ ഇന്നിപ്പോൾ രാത്രി റോജറിന് എന്തെങ്കിലും ട്രീറ്റ് കൊടുക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് റയൻ മേടിച്ച് കൊടുത്തതാണ് കേട്ടോ അത് KFC. അപ്പോൾ ചിക്കിങ്ങാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ പോയത്. ചിക്കിങ് ഒന്നും ഇങ്ങോട്ട് വരണില്ല, തിരക്കായതുകൊണ്ട് അവർ ഓർഡർ എടുക്കണില്ല, വഴിയിലൊക്കെ ബ്ലോക്കല്ലേ, അതുകൊണ്ട് ഓർഡർ എടുക്കണില്ല. അപ്പോൾ ചിക്കിങ്ങാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. KFC അത്ര ഇത് വിലയും ഭയങ്കര കൂടുതലാണ്, ചിക്കിങ്ങിന് അത്രയും ടേസ്റ്റുള്ളതായിട്ട് തോന്നാറില്ല. അപ്പോൾ ഇതിപ്പോൾ 1500 രൂപയാണ് ഇത്രയും തന്നെ ചിക്കിങ്ങിലാണെങ്കിൽ 1000 രൂപക്കൊക്കെ ഏറെക്കുറെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ വ്യത്യാസമുണ്ട്. ഏതായാലും നാളെ റോജർ പോവുകയാണ്, അതായത് തിങ്കളാഴ്ച റോജർ പോകും ഇന്നത്തെ ദിവസം. അപ്പോൾ അതുകൊണ്ട് തലേദിവസം രാത്രി ഒരു ട്രീറ്റ് കൊടുത്തതാണ്. പിന്നെ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ചുള്ളിക്കൽ പള്ളിയാണ്, സെയിൻറ്റ് ജോസഫ് ചർച്ചാണ്. അടിപൊളിയായിട്ടാണ് ഇത്തവണ അതിൻ്റെ ഡെക്കറേഷൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചുമ്മാ ഒന്ന് കാണിച്ചാണ്, നമ്മൾ അതിൽ കൂടി പോയ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്